അതുകൊണ്ട് മാങ്ങ പറിച്ചുകൊണ്ട് വന്ന് മാങ്ങ പഴുപ്പിക്കാൻ വെക്കാനാണ്. സാധാരണ മാങ്ങ എല്ലാം നമ്മൾ പഴുത്തെടുക്കുമ്പോഴെല്ലാം പുഴുവായിരിക്കും. അതുകൊണ്ട് പുഴു ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു വിദ്യയാണത്. അവിടെ ഇത് ചൂടുവെള്ളമാണ്, ചൂടുവെള്ളം ഉപ്പിട്ട് അനത്തിയ ചൂടുവെള്ളമാണ്. ഈ ചൂടുവെള്ളത്തിലേക്ക് സമം തണുത്ത വെള്ളം ഒഴിക്കണം, തണുത്ത വെള്ളം. അത് വലിയ ചൂട് വേണ്ട, മാങ്ങ വെന്ത് പോവും. ചൂട് കൂടുതലാണ്, ഇച്ചിരി കൂടെ പച്ചവെള്ളം ഒഴിക്കാം. നമുക്ക് കൈ ഇടത്തക്ക രീതിയിലുള്ള ഒരു ചൂട്. എന്നിട്ട് ഈ മാങ്ങയെല്ലാം പറക്കി മുങ്ങി കിടക്കത്തക്ക രീതിയിൽ ഇതിനകത്ത് വെക്കണം. ഒരു 5-10 മിനിറ്റ് നേരെ ഇതിനകത്തുനിന്ന് കിടക്കണം, ഈ വെള്ളത്തിനകത്ത് കിടക്കണം. കാരണം ഈ മാങ്ങയുടെ സുഷിരങ്ങളിൽ കൂടി ഈ ഉപ്പ് വെള്ളം അകത്ത് കയറണം. അകത്ത് കയറുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ഇതിൻ്റെ തൊലിക്കകത്തൊരു മുട്ടയുണ്ട്. ഈ പഴയ ഈച്ച വന്ന് മുട്ടയുണ്ട്. ആ മുട്ട ഇരുന്നാണ് വിരിഞ്ഞ് നമ്മൾ പഴുപ്പിക്കുമ്പോഴത്തേക്ക് ഇത് കേടായി പോണത്. ഈ ചൂടുവെള്ളത്തിലിടുമ്പം ഈ ഉപ്പ് വെള്ളം ഇതിനകത്തൂടെ കയറി ഇതിൻ്റെ തൊലിയുടെ അടിയിലിരിക്കുന്ന പുഴുവെല്ലാം ചത്തു പോകുമെന്നാണ് പറയുന്നത്. ഒരു വട്ടം ഞാൻ വെച്ചിട്ടുണ്ട്, ശരിയായിട്ട് കിട്ടി. അങ്ങനെ 10 മിനിറ്റ് കിടക്കുമ്പോഴത്തേക്ക് ഈ തൊലിയുടെ അടിയിലിരിക്കുന്ന പുഴു ചാവും. 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിനെ പറക്കി തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക. പഴുത്തോണ്ട ഇതിനകത്ത് കണ്ട പറിച്ചുകൊണ്ടുവന്നത് ഒരു പഴുത്ത മാങ്ങ ഇരുന്ന കണ്ട. അത് ഇന്നലെ വൈകിട്ട് പറിച്ചതാണ്, ഇന്നാണ് ഞാൻ ശരിയാക്കുന്നത്. കാണ്ട ഇതൊരു പഴുത്ത മാങ്ങ അതിനകത്ത് ഇരുന്നതാണ്. ഇത് കണക്കാണ് നമുക്ക് കിട്ടുന്നത് സാധാരണ. അതാണ്ട മൊത്തം അളിഞ്ഞി പുഴുവായിരിക്കും ഇതിനകത്ത്. കണ്ട കേടായിരിക്കും ഈ മാങ്ങ. കണ്ട കേട് കളയട്ടെ. ഇതുപോലെ ഇരിക്കാൻ എനിക്ക് അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ കണ്ണാപ്പയുടെ കപ്പിൻ്റെ വെള്ളമെല്ലാം തോത്ത് എടുക്കാം. ഇച്ചിരി നേരം എന്തായാലും ഇരിക്കട്ടെ. കണ്ട മാങ്ങയെല്ലാം തുടച്ച് വൃത്തിയാക്കി